പലതരം വാർത്തകൾ അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ ഏവരും മൂക്കത്ത് പോലും വിരൽ വെച്ചു പോകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള ചില വാർത്തകളാണ് ഇപ്പോൾ പ്രേക്ഷകരെ ഞെട്ടിക്കുന്നത്. അതായത് അതിലൊന്ന്, വിവാഹിതയായ ഒരു യുവതിയോട് അയൽവാസിക്കുണ്ടായ വൺ സൈഡഡ് ലവ്. അത് കൂടുതൽ മൂർച്ഛിച്ചു. ഏറ്റവും ഒടുവിൽ അടിവസ്ത്രങ്ങൾ വരെ മോഷ്ടിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി. ഏറ്റവും ഒടുവിൽ കയ്യും കളവുമോടെ CCTVയിൽ പിടിച്ചപ്പോഴുണ്ടായ സംഭവവികാസങ്ങൾ. കേവലം 25 വയസ്സ് മാത്രം പ്രായം. ഇനി ആരെയും കൂസാതെ 19കാരനുമായി ഒരു യുവതിയുടെ വഴിവിട്ട ബന്ധം. പെട്ടെന്നൊരു ദിവസമാണ് ഭർത്താവിൻ്റെ അമ്മ ഈ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയത്. അതിന് പിന്നാലെ ഉണ്ടായത് വൻ ദുരന്തം. ഇതോടൊപ്പം 10 കൊല്ലം പോലീസിനെ വെള്ളം കുടിപ്പിച്ച 2 സ്ത്രീകൾ. ഉജ്ജയിനിയിൽ വെച്ച് സംഭവിച്ച ആ ഒരു കാര്യം കേരള പോലീസിനെ തന്നെ നടുക്കിയ ഏറ്റവും വലിയ കൊലപാതകത്തിലെ പ്രതികളെ പിടിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കേണ്ടി വന്നു. ആദ്യത്തെ വാർത്തയാണ് ഈ വൺ സൈഡഡ് പ്രണയത്തെക്കുറിച്ചുള്ളത്. വിവാഹിതയായ യുവതിയോടാണ് ചെറുപ്പക്കാരന് പ്രണയം തോന്നിയത്. അതും ആ പ്രണയം അതിരുവിട്ടു പോയതോടെ അയൽവാസിയായ യുവാവിനെ പോലീസിന് തന്നെ പിടികൂടേണ്ടി വന്നു. വളരെ വിചിത്രമായ ചില വാദങ്ങളാണ് യുവാവ് ഇതിൻ്റെ പേരിൽ പങ്കുവയ്ക്കുന്നത്. അതായത് യുവതിയെ തീർത്താൽ തീരാത്ത ഇഷ്ടമായിരുന്നു തനിക്ക്. ആ ഇഷ്ടത്തിൻ്റെ അപ്പുറം എത്തിയപ്പോഴാണ് യുവതിയുടെ അടിവസ്ത്രങ്ങളടക്കം മോഷ്ടിക്കുന്ന തരത്തിലേക്ക്, നിരന്തരം മോഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തിയത്. സ്ഥിരമായി തൻ്റെ അടിവസ്ത്രങ്ങൾ കാണാതായ യുവതി ഇതേക്കുറിച്ച് അന്വേഷിക്കാനായി തുടങ്ങി. അങ്ങനെയാണ് 25കാരൻ ഉജ്ജയിനിൽ വെച്ച് പിടിയിലായത്. അങ്കിത് മാളവിയ എന്ന ചെറുപ്പക്കാരനെയാണ് യുവതിയുടെ കുടുംബം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശ് പോലീസ് പിടികൂടിയത്. യുവതി സ്ഥിരമായി വീടിന് മുന്നിൽ അടിവസ്ത്രങ്ങൾ അലക്കിയിടുന്നു. എന്നാൽ പിന്നീട് ഉണങ്ങിയ വസ്ത്രമെടുക്കാൻ വരുമ്പോൾ ഇതൊന്നും കാണാനില്ല. ദിവസവും ഇത് പതിവായതോടെയാണ് കുടുംബം വീടിന് പുറത്തൊരു CCTV വെച്ചത്. പിന്നീട് കണ്ടതൊക്കെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. ദൃശ്യങ്ങൾ പിന്നീട് പരിശോധിച്ചപ്പോൾ രാത്രി സമയത്ത് ആരുമില്ലാത്ത നേരത്ത് ഒരാൾ സ്ഥിരമായി എത്തി വസ്ത്രങ്ങൾ മോഷ്ടിക്കുന്നു, അതും അടിവസ്ത്രങ്ങൾ. ഇതോടുകൂടി തന്നെയാണ് കാര്യം ഒട്ടും തന്നെ ശരിയല്ല, ഇത് പന്തികേടല്ല എന്ന് മനസ്സിലാക്കി പോലീസിനെ സമീപിച്ചത്. ദൃശ്യങ്ങൾ പോലീസിനെ കാണിച്ചു. പോലീസ് അന്വേഷണം നടത്തി. തൊട്ടു പിന്നാലെ പ്രതിയായ അയൽവാസിയായ അങ്കിത്തിനെ പിടികൂടി. ചോദ്യം ചെയ്യുമ്പോഴാകട്ടെ പോലീസിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഇയാൾ പറഞ്ഞത്. വിവാഹിതയാണെങ്കിൽ പോലും ആ യുവതിയെ താൻ പ്രണയിക്കുന്നു, അതികഠിനമായി താൻ ആരാധിക്കുന്നു. തീർത്താൽ തീരാത്ത അഭിനിവേശം. ആ പ്രണയം മൂത്തപ്പോഴാണ് വസ്ത്രങ്ങൾ മോഷ്ടിക്കാൻ താൻ ഇറങ്ങിത്തിരിച്ചതെന്നാണ് പ്രതി പറയുന്നത്. ഇതൊന്നും കൂടാതെ പ്രതിയുടെ ദേഹം പരിശോധിച്ചപ്പോൾ നെഞ്ചത്ത് യുവതിയുടെ പേരടക്കം പച്ചകുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. യുവതിയെ ശല്യം ചെയ്യുകയും സ്വകാര്യത ലംഘിക്കുകയും ചെയ്ത പ്രതിക്കെതിരെ കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് യുവതിയും യുവതിയുടെ കുടുംബവും പറയുന്നത്. ഇത് മാനസികമായ വൈകല്യമോ അതോ ആസൂത്രിതമായ ചില അതിക്രമങ്ങളോ ആയിരിക്കാമെന്നാണ് പോലീസ് നോക്കിക്കാണുന്നത്. ഒന്നുകിൽ ഇയാളുടെ മാനസിക നില ശരിയല്ല, അതല്ലെങ്കിൽ ഇയാൾ മറ്റെന്തിനോ തുനിഞ്ഞിറങ്ങുന്നതാണ്. ഏറെ ഗൗരവത്തോടെയാണ് പോലീസ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. എന്നാൽ അടുത്ത വാർത്ത എന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് കിട്ടുന്നത്. അതായത് അയൽവാസിയായ യുവാവുമായിട്ടുള്ള വഴിവിട്ട ബന്ധം അത് അമ്മായിയമ്മ ചോദ്യം ചെയ്തു. ആ പകയിലാകട്ടെ ഭർത്താവിൻ്റെ മാതാവിനെ മരുമകൾ അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. ഉത്തർപ്രദേശിലെ മധുരയിലാണ് ഈ സംഭവം ഉണ്ടായത്. മധുരയിലെ ഭങ്കർപൂർ ഗ്രാമത്തിലാണ് നാടിനെ നടുക്കി ഈ സംഭവം ഉണ്ടായത്. 19കാരനായിട്ടുള്ള കാമുകനൊപ്പം ചേർന്ന് യുവതി 55കാരിയായ ഭർത്താവിൻ്റെ മാതാവിനെ കൊലപ്പെടുത്തി. മാർച്ച് മാസം 3-ാം തീയതി പുലർച്ചെയായിരുന്നു ഈ സംഭവം. യുവതിയുടെ ഭർത്താവ് വീട്ടിലില്ലായിരുന്നു. ഈ സമയത്ത് മരുമകളും അമ്മായിയമ്മയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അയൽവാസിയായിട്ടുള്ള യുവാവുമായി യുവതിക്ക് നിരന്തരം ബന്ധമുണ്ടായിരുന്നു എന്നത് പലതരത്തിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിരന്തരം ഇതേ ചൊല്ലി വഴക്കുണ്ടാകാറുണ്ടായിരുന്നു, തർക്കങ്ങൾ ഉടലെടുക്കാറുണ്ടായിരുന്നു. പല തവണ യുവതിയെ താക്കീത് ചെയ്തു. എന്നിട്ടും ഈ ബന്ധം തുടർന്നു. അത് ഭർത്താവിൻ്റെ മാതാവിനെ പ്രകോപിപ്പിച്ചു. ഇതിനിടയിൽ യുവാവിനെ ഭർത്താവിൻ്റെ മാതാവ് ചോദ്യം ചെയ്ത് കയ്യേറ്റം ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് കൊലപാതകത്തിലേക്ക് പെട്ടെന്ന് നയിച്ചത്. സംഭവ ദിവസം പുലർച്ചെ സാധാരണയായി വിളിച്ചു വരുത്താറുള്ളതുപോലെ കാമുകനെ വീട്ടിലേക്ക് യുവതി വിളിച്ചു വരുത്തി. ഇതിനിടയിൽ ഭർത്താവിൻ്റെ മാതാവിനെ തലയിണ ഉപയോഗിച്ചുകൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ശേഷം തെളിവ് നശിപ്പിക്കാൻ ഇരുവരും ചേർന്ന് മൃതദേഹം വീടിന് സമീപത്തെടുത്ത് കുഴിച്ചുവിട്ടു. ഭർത്താവിൻ്റെ മാതാവ് ഹൃദയാഘാതം വന്ന് പെട്ടെന്ന് മരിച്ചെന്നാണ് യുവതി അയൽക്കാരോടും ബന്ധുക്കളോടും പറഞ്ഞത്.
ആരും സംശയിക്കാതിരിക്കാൻ സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ പലതരത്തിലുള്ള കഥകൾ മെനഞ്ഞു. എന്നാൽ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ ഭർത്താവിനോട് മൃതദേഹം സംസ്കരിച്ചതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ചില വൈരുദ്ധ്യം ഉടലെടുത്തു. അതാണ് സംശയത്തിനിടയാക്കിയത്. തൻ്റെ അമ്മയെ കാണാനുള്ള അവസരം പോലും യുവതി നിഷേധിച്ചപ്പോൾ അമ്മയുടെ മരണത്തിൽ ചില അസ്വാഭാവികത തോന്നി. മകൻ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി യുവതിയെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ഇവിടെ ഒരു കൊലപാതകം നടന്നുവെന്ന വിവരം പുറത്തു വരുന്നത്. ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് കാമുകന്റെ സഹായത്തോടെയാണ് ഈ ക്രൂരകൃത്യം നടത്തിയതെന്ന് യുവതി തന്നെ തുറന്ന് സമ്മതിച്ചു. യുവതി കാണിച്ചു കൊടുത്ത സ്ഥലത്ത് നിന്നും പോലീസ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനും അയച്ചു. യുവതിയെയും 19 വയസ്സുകാരനായിട്ടുള്ള കാമുകനെയും അങ്ങനെ പോലീസ് പിടികൂടി. പ്രണയബന്ധത്തിന് തടസ്സമായി നിന്ന ഭർത്താവിൻ്റെ മാതാവിനെ ഒഴിവാക്കാൻ നടത്തിയ ഈ ആസൂത്രിത കൊലപാതകം നാട്ടുകാരെ ഒക്കെ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. പ്രതികൾക്കെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പ് ചുമത്തിയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തത്. ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളാണ് നിലവിൽ വാർത്തയായി പുറത്തു വരുന്നത്. അതിനിടയിലാണ് ഒരു ദശാബ്ദക്കാലം പോലീസിനെ വട്ടം ചുറ്റിച്ച ഇരിക്കൂർ കുഞ്ഞാമിന വധക്കേസിലെ പ്രതികളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അന്തർ സംസ്ഥാന ക്രിമിനലുകൾ ക്രൈംബ്രാഞ്ചിൻ്റെ വലയിലാണ് ആയിരിക്കുന്നത്. 2016 ഇരിക്കൂർ സിദ്ദിഖ് നഗറിലെ കുഞ്ഞാമിനെ 60 വയസ്സുകാരിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി സ്വർണവും പണവും കവർന്ന ന്യൂഡൽഹി സ്വദേശികളായിട്ടുള്ള പർവീൺ ബാനു എന്ന 55-കാരി, സക്കീന ഫാത്തിമ എന്ന 32-കാരിയെയും പിടികൂടിയിരിക്കുന്നത്. ഉജ്ജയിനിൽ വെച്ചാണ് അതിസാഹസികമായി പിടികൂടിയിരിക്കുന്നത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ ലേഡി ക്രിമിനലുകളെ പിടികൂടിയിരിക്കുന്നത്. വസ്ത്രവ്യാപാരികളെന്ന വ്യാജേനയാണ് പ്രതികൾ കുഞ്ഞാമിനിയുടെ അയൽവാസികളായി എത്തിയത്. സൗമ്യ രംഗവാലെ എന്നും സമീറ രംഗവാലെ എന്നുമാണ് വ്യാജ പേരുകൾ ഉണ്ടാക്കിയത്. കുഞ്ഞാമിനിയെ വാടക വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഴുത്തിലും വയറിലും നെഞ്ചിലും ക്രൂരമായി കുത്തിക്കൊന്നു. മരിച്ചെന്നുറപ്പാക്കി സ്വർണവും പണവുമായി അന്ന് കടന്നു കളഞ്ഞു. കേസിൽപ്പെടാതിരിക്കാൻ ഫോൺ വിറ്റ് മറ്റൊരാൾക്ക് സൗജന്യമായി വസ്ത്രം കൊടുക്കാമെന്ന് പറഞ്ഞ് അയാളുടെ രേഖകളടക്കം ഉപയോഗിച്ചുകൊണ്ട് സിം കാർഡ് സംഘടിപ്പിക്കുകയും ചെയ്തു. കൃത്യമായ ആസൂത്രിതമായ ആക്രമണം, കൊലപാതകം ഏറെ ബുദ്ധിയോടുകൂടി നീങ്ങിയെങ്കിൽ പോലും ഇവരെ പിന്നീട് പിടികൂടുകയായിരുന്നു. മലയാളം ഉൾപ്പെടെ 7ഓളം ഭാഷകൾ ഈ പ്രതികൾക്ക് സംസാരിക്കാൻ അറിയാമായിരുന്നു. 10 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വേഷവും പേരും ഒക്കെ തന്നെ മാറി താമസിച്ചിട്ടുണ്ടായിരുന്നു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ മുതൽ ഡൽഹി വരെ നീളുന്ന ഒളിവ് ജീവിതം. നേരത്തെ ആന്ധ്രാപ്രദേശിലും സമാനമായ കുറ്റകൃത്യം നടത്തി മുങ്ങിയവരാണ് ഈ സ്ത്രീകൾ. ഇരിക്കൂർ പോലീസ് അന്വേഷിച്ച കേസ് 2024 ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അതിവിദഗ്ധമായ അന്വേഷണം നടത്തി ഏറ്റവും ഒടുവിൽ ഉജ്ജയിനിൽ വെച്ച് മധ്യപ്രദേശ് പോലീസിന്റെ സഹായത്തോടെ ഇവരെ പൊക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്ത് ഇവർ 10 വർഷത്തിനിടയിൽ നടത്തിയിട്ടുള്ള മറ്റു തട്ടിപ്പുകളെയും കൊലപാതകങ്ങളെയും ഇതുവരെ ഉണ്ടായിരിക്കുന്ന വിവരങ്ങളെയും പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.